ഉൽപ്പത്തി 20. അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്ക് ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാദേശിനും സൂര്യനും മധ്യേ കുടിയിരുന്ന് ഗേഗാരിൽ പരദേശിയായി പാർത്തു. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായെക്കുറിച്ച് അവൾ എൻ്റെ പെങ്ങളെന്ന് പറഞ്ഞു. ഗേരാർ രാജാവായ അബിമലേക്ക് ആളയച്ച് സാറായെ കൊണ്ടുപോയി. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബിമലേക്കിൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും, അവൾ ഒരു പുരുഷൻ്റെ ഭാര്യ എന്ന് അരുളി ചെയ്തു. എന്നാൽ അബിമലേക്ക് അവരുടെ അടുക്കൽ ചെന്നിരുന്നില്ല. ആകയാൽ അവൻ, കർത്താവേ, നീതിയുള്ള ജാതിയെ നീ കൊല്ലുമോ? ഇവൾ എൻ്റെ പെങ്ങളാകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ. അവൻ എൻ്റെ ആങ്ങള എന്ന് അവളും പറഞ്ഞു. ഹൃദയപരമാർത്ഥിയോടും കൈയുടെ നിർമ്മലയോടും കൂടെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട്, നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു. നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നോട് തടുത്തു. അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരിക്കുന്നത്. ഇപ്പോൾ ആ പുരുഷന് അവൻ്റെ ഭാര്യ മടക്കി കൊടുക്കുക. അവൻ ഒരു പ്രവാചകനാകുന്നു. നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളതൊക്കെയും മരിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു. അബിമലേക്ക് അതികാലത്ത് എഴുന്നേറ്റ് തൻ്റെ സകല ഭൃത്യന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെ അവനോട് പറഞ്ഞു. അവൻ ഏറ്റവും ഭയപ്പെട്ടു. അബിമലേക്ക് അബ്രഹാമിനെ വിളിച്ച് അവനോട്, നീ ഞങ്ങളോട് ചെയ്തതെന്ത്? നീ എൻ്റെ മേലും എൻ്റെ രാജ്യത്തിന്മേലും ഒരു പാപം വരുത്തുവാൻ തക്കവണ്ണം ഞാൻ നിന്നോട് എന്ത് ദോഷം ചെയ്തു? ചെയ്യരുതാത്ത കാര്യം നീ എന്നോട് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. നീ എന്ത് കണ്ടിട്ടാകുന്നു ഇക്കാര്യം ചെയ്തതെന്ന് അബിമലേക്ക് അബ്രഹാമിനോട് ചോദിച്ചതിന് അബ്രഹാം പറഞ്ഞത്, ഈ സ്ഥലത്ത് ദൈവമേയില്ല നിശ്ചയം. എൻ്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു. വാസ്തവത്തിൽ അവൾ എൻ്റെ പെങ്ങളാകുന്നു, എൻ്റെ അപ്പൻ്റെ മകൾ, എൻ്റെ അമ്മയുടെ മകൾ അല്ലാതാനും. അവൾ എൻ്റെ ഭാര്യയായി. എന്നാൽ ദൈവം എന്നെ പിതൃഭവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട്, നീ എനിക്കൊരു ദയ ചെയ്യണം. നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എൻ്റെ ആങ്ങള എന്ന് എന്നെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. അബിമലേക്ക് അബ്രഹാമിനോട് ആടുമാടുകളെയും ദാസന്മാരെയും കൊടുത്തു. അവൻ്റെ ഭാര്യയായ സാറായെയും അവന് മടക്കി കൊടുത്തു. ഇതാ എൻ്റെ രാജ്യം നിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു, നിനക്ക് ബോധിച്ചെടുത്ത് പാർത്തുകൊള്ളുക എന്ന് അബിമലേക്ക് പറഞ്ഞു. സാറായോട് അവൻ, നിന്റെ ആങ്ങളയ്ക്ക് ഞാൻ 1000 വെള്ളിക്കാശ് കൊടുത്തിട്ടുണ്ട്. നിന്നോട് കൂടെയുള്ള എല്ലാവരുടെയും മുമ്പാകെ ഇത് നിനക്ക് ഒരു പ്രതിശാന്തി. നീ എല്ലാവർക്കും മുമ്പാകെ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബിമലേക്കിനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യമാക്കി. അവർ പ്രസവിച്ചു. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായുടെ നിമിത്തം യഹോവ അബിമലേക്കിൻ്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു.